ജിൻഡോയെ തൂക്കി ലാലേട്ടൻ. ജിൻഡോയെ അടിമുടി നിർത്തി പൊരിച്ചിരിക്കുകയാണ് ലാലേട്ടൻ. ലാലേട്ടൻ എപ്പിസോഡിൽ ജിൻഡോയെ ഇനി ഇരുത്താനൊന്നുമില്ല, അടിച്ചിരുത്തി എന്ന് പറയാം. ആദ്യമായിട്ട് ചോദിച്ചത് ജിൻഡോയെ സൂര്യ നമസ്കാര കേസാണ്. സൂര്യ നമസ്കാരത്തിൽ സിഗരറ്റ് എന്തിനാണ്? നിങ്ങൾക്ക് അടുക്കളയിൽ പണി ചെയ്യാൻ മടിയുണ്ടോ? അതുകൊണ്ടാണോ സൂര്യ നമസ്കാര സമയത്ത് ഓരോ തടസ്സങ്ങൾ പറഞ്ഞ് സിഗരറ്റും കത്തിച്ച് അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. സോ ജിൻഡോ പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ വീട്ടിൽ ചന്ദനത്തിരിയാണ് കത്തിക്കുന്നത്. അതൊക്കെ എന്ത് ന്യായമാണ്? വീട്ടിൽ ചന്ദനത്തിരി കത്തിച്ചാണ് സൂര്യ നമസ്കാരം ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ഭയങ്കര ന്യായങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു പൊള്ളയായ ന്യായമാണ് നമുക്കത് മനസ്സിലാവുകയും ലാലേട്ടൻ പറഞ്ഞു, നിങ്ങൾക്ക് സിഗരറ്റ് കട്ട് ചെയ്യുകയാണ്, നിങ്ങളിപ്പോൾ 10 എണ്ണമാണ് മേടിക്കുന്നതെങ്കിൽ 5 എണ്ണയൊക്കെ ഇട്ടു, അതുപോലെ എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് സിഗരറ്റ് കട്ട് ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ ഓരോ പണിഷ്മെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്, ഓരോ പണിഷ്മെൻ്റ് ആയിട്ട് നന്നായിട്ട് കൊടുത്തിരിക്കുകയാണ് ജിൻഡോയ്ക്കും. സോ ജിൻഡോ ജാൻമണിക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പണി വരാൻ പോകുന്നത്. ജിൻഡോ ജാൻമണിക്ക് സിഗരറ്റ് കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ പറയാം, ജാൻമണിയൊക്കെ സിഗരറ്റ്, ജാൻമണി പറഞ്ഞത് 4 പാക്കറ്റോളം ഞാൻ വലിക്കാറുണ്ട്, അങ്ങനെ വലിച്ചാലേ എനിക്ക് എൻ്റെ സ്ട്രെസ് ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. സോ സ്ട്രെസ് ലെവൽ കൺട്രോൾ ചെയ്യാനല്ല ഒരിക്കലും സിഗരറ്റ് വലിക്കലൊക്കെ ഒരാളുടെ പ്രൈവസി കാര്യമാണ്. അങ്ങനെ ഒരു ഷോയിലും അത്ര നിബന്ധനകളൊക്കെ വേണം എന്നൊക്കെ പറയാമെങ്കിലും ഒരാളുടെ പ്രൈവറ്റ് കാര്യമാണ് അത്. സിഗരറ്റ് വലിക്കുന്നത് വേണ്ടെന്നൊക്കെ അവരുടെ തീരുമാനം. പക്ഷേ അത് വലിക്കാൻ ഉള്ള സമയത്ത്, ഒരു ഷോ ആകുമ്പോൾ വലിക്കാനുള്ള സമയത്ത്, അതുപോലെ വലിക്കാൻ അനുവദിച്ച സ്ഥലത്ത് തന്നെ സിഗരറ്റ് വലിക്കണം. അല്ലാതെ പുറത്തിറങ്ങി വലിക്കുകയോ അതിനകത്ത് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോവുകയോ ചെയ്താൽ അത് നിയമലംഘനമാണ്. അത് തന്നെയാണ് ലാലേട്ടൻ അവിടെ ചൂണ്ടിക്കാണിച്ചത്. ഒരു നിയമലംഘനവും ബിഗ് ബോസ് ഹൗസിൽ വാഴില്ല എന്ന് ലാലേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജിൻഡോയ്ക്ക് എന്തായാലും വലിയൊരു അടിയായി പോയി.